നമ്മുടെ ലൈഫിൽ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമില്ലേ? അതാണിപ്പോൾ എൻ്റെ ലൈഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ധനു അടുത്തതൊരു പെൺകുട്ടി ആയിരിക്കണേന്ന് ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കിട്ടിയ മോളാണ് കേട്ടോ ഞങ്ങളുടെ ധൻവി. ഞാനും സുഹിത്തേണ്ണും കണ്ണും ഉണ്ടായിരുന്ന ഞങ്ങളുടെ സർക്കിൾ കംപ്ലീറ്റ് ആയത് ഞങ്ങളുടെ മോള് വന്നേ പിന്നെയാണ്. എനിക്ക് അവളുടെ എല്ലാ കാര്യങ്ങളും ഇതുപോലൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനതിന് എഫർട്ട് എടുക്കാറുമുണ്ട്. ഇന്ന് അവളുടെ കാതുകുത്താണ്. മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ലൈഫിൽ കൂടെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ജോലിപരമായിട്ടും അല്ലാതെയും ഒരുപാട് വിഷമിച്ച പീരീഡായിരുന്നു അതൊക്കെ. പക്ഷേ ഇന്ന് എൻ്റെ പൊന്നുമോളുടെ ഈ ചിരി കാണുമ്പോൾ ഐ ആം ഫീലിംഗ് സോ ഹാപ്പി. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ പൊന്നുമോൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് അവളുടെ കാതുകുത്താണ്. ഇന്നതുപോലെ ഒരു നല്ല ദിവസവും കൂടാണ് കേട്ടോ. ഇന്ന് വിഷുവാണ്. അപ്പോൾ ആ ദിവസം തന്നെ കാതുകുത്ത് നടത്താൻ ഞങ്ങളങ്ങ് തീരുമാനിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോയി ഭഗവാന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോയത്. ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ടെൻഷനുണ്ടായിരുന്നു. കാര്യം കണ്ണപ്പൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കാതുകുത്തും പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര അങ്ങ് ടെൻഷൻ അടിക്കേണ്ട കാര്യം വന്നിട്ടില്ല. പക്ഷേ ദിസ് ടൈം ഭയങ്കര ടെൻഷനും ഒരു പേടിയൊക്കെ ആയിരുന്നു. പിന്നെ എന്തായാലും കാതു കുത്തണമല്ലോ. വലുതാകുമ്പോൾ ഇനി അവൾ എന്നോട് ചോദിച്ചാലോ എന്താ അമ്മ എന്നെ കാതു കുത്തിക്കാത്തതെന്ന്. സോ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു കാതു കുത്താം. ധനു ബേബി എപ്പോഴത്തെയും പോലെ ഭയങ്കര കൂളായിട്ട് ചിരിച്ച് കളിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. അവൾക്കറിയില്ലായിരുന്നല്ലോ ഇനിയിപ്പോൾ അടുത്തൊരു വലിയ വേദന സഹിക്കേണ്ടി വരുമെന്ന്. ഞങ്ങൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നാണ് കേട്ടോ കാതു കുത്തിയത്. അവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു, ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയായി. പിന്നെ കാതു കുത്തുന്ന ടൈം അടുക്കും തോറും ഞങ്ങൾക്ക് ഭയങ്കര വിഷമവും ടെൻഷനും എന്താകും എന്നൊക്കെയുള്ളൊരു എല്ലാ പാരൻസിനെയും പോലെ അങ്ങനെ കുറച്ച് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ധനുവിൻ്റെ ഈ സ്പെഷ്യൽ ഡേയിൽ ഞാൻ എൻ്റെ അമ്മയും കൂടെ കൂട്ടി കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അമ്മ ഞങ്ങളുടെ ലൈഫിൽ അത്രയും സ്പെഷ്യലാണ്. ഞാൻ ധനുവിന് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്തായാലും അല്ലാതെ ആയാലും എപ്പോഴും അമ്മ തരുന്നൊരു മെൻ്റൽ സപ്പോർട്ട് ഭയങ്കര വലുതാണ് കേട്ടോ. ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മെൻ്റൽ സപ്പോർട്ടും എന്നെ അത്രയും നന്നായിട്ട് നോക്കിയത് എൻ്റെ അമ്മയാണ്. അത് അമ്മയുടെ കടമയായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യാത്ത ഒരുപാട് അമ്മമാരെ എനിക്ക് പരിചയമുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ലക്കിയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ ഈ ഡെലിവറി കഴിഞ്ഞ് ഒരുപാട് നാൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും അങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിട്ടൊക്കെ കിടന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെ എന്നെക്കാളും നന്നായിട്ട് നോക്കിയത് എൻ്റെ അമ്മയാണ് കേട്ടോ. ഞാൻ കുഞ്ഞിനെ അമ്മയുടെ തേപ്പിച്ചിട്ട് ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോവും, ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ പോവും. ആ ടൈമിലൊക്കെ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാര്യം അമ്മ നന്നായിട്ട് ധനുവിനെ നോക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ധനുവിൻ്റെ എന്ത് കാര്യം വന്നാലും ഞാൻ അമ്മയും കൂടെ കൂട്ടും. അങ്ങനെ ദേ കാതു കുത്തുന്ന ടൈം എത്തി കേട്ടോ. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്ന ടൈമിൽ ഈ വീഡിയോ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് അവൾ കരയുന്ന കാണുമ്പോൾ. പക്ഷെ എന്ത് ചെയ്യാനല്ലേ, കമ്മലിടണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ധനുവിൻ്റെ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഇനിയും വീഡിയോസ് ഉണ്ടാവും. സോ പ്ലീസ് വെയിറ്റ്. താങ്ക് യു.